ഹലോ, ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ഒരു കക്ക ഇറച്ചി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കക്ക ഇറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഒരു വീഡിയോ, കക്ക ഇറച്ചിയുടെ ഒരു തോരൻ റെസിപ്പിയുടെ വീഡിയോ ഞാനിവിടെ കാർഡായിട്ട് ഇട്ടേക്കാം കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടതാ, ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ കക്ക ഇറച്ചി നന്നായിട്ട് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ചേക്കുക. അപ്പോൾ നന്നായിട്ട് പിടിക്കുക കക്ക ഇറച്ചിയിലേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നു വരുന്നത് കണ്ടോ? അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി. ഇനി കുക്കറിനകത്താണെങ്കിൽ ഒരു 3-4 വിസിൽ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട്. അത്രയും എന്താ ഇപ്പോൾ ഉള്ള ആ വെള്ളം കണ്ടില്ലേ? ഇത്രയും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് സവാള, കൊച്ചുള്ളി കൂടുതലിട്ടാൽ നല്ല രുചിയാണ്. നമ്മളെ കക്കയിറച്ചി ഏതാണ്ടൊക്കെ വേവാനായി. അപ്പോഴത്തേക്കും ഞാൻ സവാളയും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. വെളുത്തുള്ളി ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞു കിട്ടും. ഓരോന്നോരോന്നായിട്ടൊക്കെ അടർത്തി എടുക്കണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ കക്കയിറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ആ ഒരു കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് കൂടുതലിട്ടാൽ നല്ല രുചിയാണ് കേട്ടോ. ഇടയ്ക്ക് അതൊരു തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല രുചിയാണ്. ആ മൂത്ത് വരുന്ന തേങ്ങ തനിയെ എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. ഇനി നമുക്ക് മുളക് പൊടി 2 സ്പൂണ്, കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. എനിക്കിവിടെ ചരടൻ മുളക് ആയതുകൊണ്ട് 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മൾ ഈ തുമ്മാനൊക്കെ വരുമല്ലോ, ആ ഒരു ടൈം വരെ നന്നായിട്ട് മൂക്കണം മുളക് പൊടിയൊക്കെ. ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്തോളൂ. വല്ലപ്പോഴും ഒക്കെ അല്ലേ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ കക്കയിറച്ചി വാങ്ങിക്കുക. കാരണം അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം ഞാനിവിടെ എടുക്കാറുള്ളൂ. എനിക്കത് അങ്ങനെ എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ടൈം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ നീ നല്ലതായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇറച്ചി അതിനകത്തെ ആ കറുപ്പ് കാൽസ്യമാണ്, അത് കളയരുതെന്ന്. പക്ഷെ എനിക്കെന്തോ ഞാനത് കളഞ്ഞിട്ടേ എടുക്കാറുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇറച്ചി ആ മുളക് പൊടിയും എല്ലാം കൂടെ ആ മൂത്ത് അരപ്പിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ടപ്പീന്ന് ഇങ്ങനെ പൊട്ടി വരുമല്ലോ, അതുവരെയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. കണ്ടില്ലേ എന്തോ ഒരു മണമായിരുന്നു അറിയാമോ? ഈ പെരിഞ്ചീരകത്തിൻ്റെയും മസാലകളുടെയൊക്കെ ഒരു മണം മൂത്ത് വരുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയല്ല, അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു നോക്കിക്കോളും, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നുപോലെ. ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ പാചകം ചെയ്യാറ്. നിങ്ങളിങ്ങനെയാണോ?